ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ടീം നായകൻ. ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ. ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് കരുൺ നായർ മടങ്ങിയെത്തി. വിനേഷ് കുഞ്ഞിരാമൻ ചേരും സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി. വിനേഷ്, ഇപ്പോൾ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് നായകനായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആര്യ, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇന്ത്യ ആദ്യ പരമ്പരയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ പുതിയ നായകൻ ആരായിരിക്കും എന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ആകാംക്ഷയോടെ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്നതും ഇന്ത്യയുടെ നായകനെ തേടി തന്നെയാണ്. ആരായിരിക്കും പുതിയ നായകൻ എന്നറിയാനായിരുന്നു. അതിന് ഇപ്പോൾ വിരാമമായിരിക്കുന്നു. ശുഭ്മൻ ഗിൽ, ഇന്ത്യയുടെ യുവതാരം ശുഭ്മൻ ഗിൽ, ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സെലക്ഷൻ കമ്മിറ്റി ശുഭ്മൻ ഗില്ലിനെ നായകനാക്കി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ശുഭ്മൻ ഗിൽ ഇനി ഇന്ത്യയുടെ റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നായകനായി മാറുന്നു എന്നുള്ള വാർത്തയാണ്. ഈ IPL അത്ര നല്ല ഫോമിലല്ല എങ്കിൽ പോലും ഋഷഭ് പന്തിനെ ഉപനായകനായി ടീമിൽ നിലനിർത്തിയിട്ടുണ്ട്. ഉപനായകനായി ഋഷഭ് പന്താണ് ഉള്ളത്. 18 അംഗ സംഘത്തെയാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള 18 അംഗ സംഘത്തെയാണ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ അജിത് അഗാർക്കർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന പരിശീലകൻ ഗൗതം ഗംഭീറും ചേർന്ന് മുംബൈയിൽ ചേർന്ന യോഗത്തിന് ശേഷം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ രോഹിത് ശർമ്മയുടെ അഭാവത്തിലൊക്കെ തന്നെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ചു പരിചയമുള്ള ജസ്പ്രീത് ബുംറ അല്ലെങ്കിൽ KL രാഹുൽ ഇവരിൽ ആരെങ്കിലും നായകനാകുമോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ശുഭ്മൻ ഗില്ലിനെ നായകനാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജസ്പ്രീത് ബുംറ ടീമിലുണ്ട്, KL രാഹുൽ ടീമിലുണ്ട്. എങ്കിൽ പോലും ക്യാപ്റ്റൻ ഗിൽ എന്നുള്ള തീരുമാനത്തിലേക്കാണ് ടീം എത്തിയത്. എത്രത്തോളം പ്രതീക്ഷയാണ് ഇന്ത്യക്ക് നൽകുന്നത്? വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. യുവ നിരയാണ്. പ്രത്യേകിച്ചും ഈ ആഭ്യന്തര ക്രിക്കറ്റിലും ഒപ്പം തന്നെ IPL-ലെയും ഒക്കെ ഫോം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ മലയാളി താരമായിട്ടുള്ള കരുൺ നായർ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വീരേന്ദ്ര സെവാഗിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുള്ള കരുൺ നായർ. പിന്നീട് നമ്മൾ ഇന്ത്യയുടെ ഈ വൈറ്റ് ജേഴ്സിയിൽ അധികകാലം കണ്ടിരുന്നില്ല കരുൺ നായരെ. പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ രഞ്ജി ട്രോഫിയിൽ അടക്കം അദ്ദേഹം പുറത്തെടുത്ത ഏറ്റവും മികച്ച ഒരു പ്രകടനം, സ്ഥിരത, അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരിക്കും കരുൺ നായരിനെ വീണ്ടും ടീമിലേക്ക് എടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ IPL-ൽ മികച്ച ഫോമിലുള്ള സായി സുദർശനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ടീമിനെ ഇങ്ങനെ പറയാം. ശുഭ്മൻ ഗിൽ നായകനാകുന്നു. ഋഷഭ് പന്ത് ഉപനായകനും വിക്കറ്റ് കീപ്പറുമായി ടീമിലുണ്ട്. യശസ്വി ജയ്സ്വാൾ, IPL-ൽ രാജസ്ഥാന്റെ വെടിക്കെട്ട് ഓപ്പണർ. ഈ IPL-ലും നല്ല ഫോമിലാണ് യശസ്വി ജയ്സ്വാൾ ആയിരിക്കും ടീമിലെ ഓപ്പണറായി വരുന്നത്. പിന്നീട് KL രാഹുലുണ്ട്. സായി സുദർശനെ ടീമിലേക്ക് വിളിച്ചിരിക്കുന്നു. അഭിമന്യു ഈശ്വരനുണ്ട്, കരുൺ നായരുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ നല്ല രീതിയിലായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു പ്രകടനം, ഓൾറൗണ്ട് മികവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ IPL ആ രീതിയിൽ ഉയർന്നോ എന്നുള്ളൊരു സംശയം നിൽക്കുമ്പോഴും ഇത് ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രവീന്ദ്ര ജഡേജയുടെ പരിചയ സമ്പത്ത് ഒരിക്കൽ കൂടി ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. സ്പിൻ ബൗളറായിട്ടുള്ള രവീന്ദ്ര ജഡേജ, സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ട് ആയിട്ടുള്ള രവീന്ദ്ര ജഡേജ ടീമിലുണ്ട്. ധ്രുവ് ജുറേൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറേലുണ്ട്. വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പിന്നും അതുപോലെ തന്നെ ബാറ്റിംഗിലും നല്ല രീതിയിൽ സംഭാവന നൽകാൻ കരുത്തുള്ള ഒരു താരമായിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദർ ടീമിലുണ്ട്. ഷർദുൽ ഠാക്കൂർ ഒരു മീഡിയം പേസറായി ഷർദുൽ ഠാക്കൂർ. ജസ്പ്രീത് ബുംറയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്ക് ഈ 5 മത്സരങ്ങളൊക്കെ കഴിക്കാനുള്ള ഒരു ഫിറ്റ്നസ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാരണം ഇടയ്ക്കിടയ്ക്ക് പരിക്കിന്റെ പിടിയിലാകുന്ന ഒരു താരമാണ് ബുംറ. അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് 5 മത്സരങ്ങളൊക്കെ കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ആരാധകർക്കും സെലക്ഷൻ കമ്മിറ്റിക്കും ഒക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഏതായാലും ബുംറ ടീമിന്റെ ഭാഗമായി മാറുന്നു. മുഹമ്മദ് സിറാജുണ്ട്, പ്രസിദ്ധ് കൃഷ്ണയുണ്ട്, ആകാശ് ദീപ് ഉണ്ട്, അർഷദീപ് സിംഗ് ഉണ്ട്, കുൽദീപ് യാദവ് സ്പിൻ ബോളറായി ചൈനാമാൻ ബോളറായിട്ടുള്ള കുൽദീപ് യാദവും ഇന്ത്യൻ സംഘത്തിലുണ്ട്. ഏതായാലും ഒരു പുതിയ നിര ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഒക്കെ ശേഷം ഇന്ത്യയെ നയിക്കാൻ ഇപ്പോൾ ശുഭ്മൻ ഗിൽ എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ പുതിയ നിര ഇപ്പോൾ തയ്യാറാകുന്നു. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരത്തെ പരമ്പരയാണ്. അടുത്ത മാസമാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പര ആരംഭിക്കുന്നത്. 1 മണിയോടുകൂടി ഈ യോഗം തുടങ്ങിയതാണ്. 1:30 ആ ഒരു ടീമിന്റെ പ്രഖ്യാപനവും കരുൺ നായർ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത്. കരുൺ നായരെ സംബന്ധിച്ച് കരുൺ നായർ ആഭ്യന്തര ക്രിക്കറ്റിൽ പുലർത്തിയ ഒരു സ്ഥിരത തന്നെയാണ്. പ്രത്യേകിച്ച് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരായ മത്സരത്തിലടക്കം എല്ലാ മത്സരത്തിലും സെഞ്ചുറിയും അതുപോലെ തന്നെ അർദ്ധ സെഞ്ചുറിയുമാക്കി ഒരു റൺ മെഷീൻ എന്നുള്ള നിലയിൽ തന്നെയാണ് കരുൺ നായർ ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ളത്. അതിനുശേഷം രഞ്ജി ട്രോഫിയിൽ വന്നപ്പോൾ IPL-ലേക്ക് വന്നപ്പോൾ ആദ്യ മത്സരങ്ങളിലൊന്നും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. പിന്നീട് അവസരം ലഭിച്ചപ്പോൾ 2020-ലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കരുൺ നായർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ അറിയാം, വീരേന്ദ്ര സെവാഗിന്റെ 2 ട്രിപ്പിൾ സെഞ്ചുറികളുണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിനെ അഭിമാനിക്കാനായി. അതിനുശേഷം വന്നിട്ടുള്ള മറ്റൊരു ട്രിപ്പിൾ സെഞ്ചുറി എന്ന് പറയുന്നത് കരുൺ നായരുടേതാണ്. കരുൺ നായർ ടീമിലേക്ക് മടങ്ങിയെത്തുന്നു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം. അന്ന് തന്നെ എന്തുകൊണ്ട് ട്രിപ്പിൾ സെഞ്ചുറിക്ക് ശേഷം കരുൺ നായരെ ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല, എന്തിന് അദ്ദേഹത്തെ പുറത്തിരുത്തുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വിമർശനങ്ങളൊക്കെ പല കോണിൽ നിന്നും വരുന്നതാണ്. അതിനൊക്കെ ഇപ്പോൾ വിരാമമാകുന്നു. കാരണം
സ്ഥിരത അല്ലെങ്കിൽ ക്ലാസ് എന്നത് അത് പെർമനന്റ് ആണ്. കരുൺ നായർക്ക് ആ ക്ലാസ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടീമിലേക്ക് കരുൺ നായരെയും ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും സായ് സുദർശൻ വന്നത് തന്നെയാണ് മറ്റൊരു പ്രധാന കാര്യം. കാരണം അദ്ദേഹം ഈ ഒരു സീസണിൽ IPL സീസണിൽ അദ്ദേഹം പുലർത്തുന്ന ആ ഒരു സ്ഥിരത എന്ന് പറയുന്നത് അത് എടുത്തു പറയേണ്ടതാണ്. മുഹമ്മദ് ഷമിയെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബുംറയ്ക്കൊപ്പം പേസർമാരായി മുഹമ്മദ് സിറാജ് ഉണ്ട്, പ്രസിദ്ധ് കൃഷ്ണയുണ്ട്, ആകാശ് ദീപ് ഉണ്ട്, അർഷദീപ് സിംഗ് ഉണ്ട്. അങ്ങനെ കരുത്തരുടെ ഒരു സംഘം ഇംഗ്ലണ്ടിലേക്ക് പോകുകയാണ്. കുൽദീപ് യാദവിനെ സ്പിന്നറായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഓൾറൗണ്ടർമാരായി സ്പിൻ ബോളിങ്ങിനും അതുപോലെ തന്നെ ബാറ്റിങ്ങിനും പറ്റുന്ന രണ്ട് താരങ്ങൾ രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ. നിതീഷ് കുമാർ റെഡ്ഡി നമുക്ക് രണ്ട് രീതിയിൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഉപയോഗിക്കാവുന്ന ഒരു ടീം. സന്തുലിതമായ ഒരു സംഘം തന്നെയാണ്. രണ്ടാം വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറേലും ഉണ്ട്. കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിലൊക്കെ ജുറേലും ഇന്ത്യൻ ടീമിന് ഉണ്ടായിട്ടുണ്ട്. ജൂൺ 6 ഇന്ത്യൻ ടീം 5 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കായി ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുക. ലീഡ്സിലാണ് ആദ്യത്തെ മത്സരം നടക്കുക. ജൂൺ 20 ഒന്നാം ടെസ്റ്റ് തുടങ്ങുന്നു. അങ്ങനെ 5 മത്സരങ്ങളുടെ ദീർഘമായ ഒരു പരമ്പരയാണ് ഇംഗ്ലണ്ടിനെതിരെ നടക്കാൻ പോകുന്നത്. പുതിയ സംഘം, പുതിയ നായകന്റെ കീഴിൽ ഇന്ത്യൻ ടീം വലിയ പ്രതീക്ഷയോടെ, കാരണം ഇപ്പോൾ ഒരേ സമയത്ത് ഒരു 4 ടീമിനെ ഇറക്കാൻ മാത്രമുള്ള കരുത്ത് ഇന്ത്യൻ സംഘത്തിനുണ്ട്. ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കരുത്ത് ഇന്ത്യൻ സംഘത്തിന് ഉണ്ട്. ആ കരുത്ത് മുതലെടുത്തുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോയിക്കൊണ്ട് പെട്ടെന്നുള്ളൊരു സ്വിച്ചാണ്. കാരണം IPL അതിവേഗ ബാറ്റിങ്ങിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മാറുകയാണ്. അതും ഇംഗ്ലണ്ടിലാണ്. പരിചിതമല്ലാത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ പിച്ചുകളിലെ ഉപഭൂഖണ്ഡത്തിലെ പിച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായ പിച്ചാണ്. അവിടെ ഏത് രീതിയിലായിരിക്കും ഈ യുവസംഘം, നായകനായിട്ടുള്ള ശുഭ്മൻ ഗില്ലിന്റെ അരങ്ങേറ്റം, അത് ഏത് രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും പുതിയ സംഘം ഇനി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്. മുഹമ്മദ് ഷമിക്ക് ടീമിൽ ഇടം നേടാനായില്ല അല്ലേ? മുഹമ്മദ് ഷമിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും ആ ഒരു രീതിയിലുള്ള ഫിറ്റ്നസ് അദ്ദേഹത്തിന് പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ IPL ആണെങ്കിൽ പോലും ആ രീതിയിലുള്ളൊരു ഫിറ്റ്നസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ളൊരു പ്രകടനവും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിന് വിലങ്ങ് തടിയാകുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടത് 7 വർഷം എന്ന് പറയുന്നത് വലിയൊരു ഇടവേളയാണ്. ആ 7 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്നു നമ്മുടെ കരുൺ നായർ എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയണം. കരുൺ നായർ വരുന്നതോടുകൂടി മലയാളികൾക്കും വലിയൊരു ആശ്വാസമാണ്, വലിയൊരു സന്തോഷമാണ് കരുൺ നായർ ടീമിലേക്ക് എത്തുന്നത്. പുതിയ സംഘം ഗില്ലിന്റെ നേതൃത്വത്തിൽ. ഇനി നമുക്ക് അദ്ദേഹത്തെ ക്യാപ്റ്റൻ ഗിൽ എന്ന് വിളിക്കാം. ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ടീം നായകനാകുന്നു. ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ. ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് കരുൺ നായർ മടങ്ങിയെത്തിയിരിക്കുകയാണ്. വിനേഷ് കുഞ്ഞിരാമനാണ് വിശദാംശങ്ങൾ നൽകിയത്.